നമസ്കാരം. ഈ ഇന്നലെ ഉണ്ടായ ആ വലിയ വെള്ളപ്പൊക്കമൊക്കെ വലിയ പ്രശ്നമാണ്. ഉരുളുപൊട്ടിയതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതിനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ വനത്തിലൊക്കെ ഉരുളുപൊട്ടിയതിൻ്റെയാണ് റാന്നിയിലൊക്കെ വെള്ളം പൊങ്ങിയെന്നാണ് പറയുന്നത്. പിന്നെ 2018 വേണ്ട വിധം ഡാമുകൾ തുറന്നു വിടുന്ന കാര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാകാത്തത് കൊണ്ടാണ് അന്ന് ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചത്. ഒത്തിരി മഴ വരികയും വെള്ളം നിറഞ്ഞു നിൽക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം ആ സമയത്ത് തുറന്നു വിടേണ്ടി വന്നു, ഇടുക്കി മൊത്തം. ഇപ്പോൾ അങ്ങനത്തെ വലിയൊരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ സാധാരണഗതിയിൽ ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. കോരിച്ചൊരിയുന്ന മഴ കുറവാണ് ശരിക്ക്. ഒരു ദിവസം 21 സെൻറ്റിമീറ്ററൊക്കെയാണ് പെയ്തിരിക്കുന്നത്. പിന്നെ പത്തനംതിട്ട മറ്റോ അവിടെ 24 സെൻറ്റിമീറ്റർ പെയ്തത് കണ്ടു. അപ്പം അതൊന്നും അത്ര വലിയ മഴയൊന്നുമല്ല. അപ്പോൾ ആ മഴ പെട്ടെന്ന് കൂടിയത് കൊണ്ടൊന്നുമല്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഭാവിയിലും ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം കണ്ടമാനം റോഡുകൾ വന്നിരിക്കുന്നു, വെള്ളം ഒഴുകി വരുമല്ലോ ചെയ്യുക. പിന്നെ ബിൽഡിങ്ങുകൾ കണ്ടമാനം വന്നിട്ടില്ലേ, അതിൽ ബിൽഡിങ്ങിൽ നിന്നെല്ലാം വെള്ളം പണ്ടത്തെ പോലെ അല്ലല്ലോ. മണ്ണിലേക്ക് ഇറക്കാൻ പറ്റുന്ന സംവിധാനം മാക്സിമം ആൾക്കാർ ഒഴുകി പോകാതെ വല്ല ട്രെഞ്ചൊക്കെ കയറി അങ്ങനെ മണ്ണിലേക്കൊക്കെ ഇറക്കാനുള്ള മാക്സിമം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ പുഴകളിൽ നിന്നൊന്നും മണൽ കോരിയിട്ടില്ലല്ലോ. ഓരോ നിയമങ്ങൾ, പ്രകൃതി സംരക്ഷണം അതും ഇതും പറഞ്ഞ് ഇങ്ങനെ പാറലോബിക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇവിടുത്തെ മണൽ കോരിയ വെള്ളം കിടക്കാൻ സ്ഥലമാവില്ലേ. ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്രദമാവും, ഗവൺമെൻറ്റിന് പൈസയായി. അപ്പോൾ അതൊക്കെ ചെയ്യുവാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ നോക്കുമ്പോഴാണ് നമുക്കിങ്ങനെ നിയന്ത്രിക്കുക. ഇനി വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഒരു ദിവസം ഇത്രയും മഴ പെയ്തപ്പോഴത്തേക്ക് ഇത്രയും വലിയ സംഭവം, അതായത് മഴ പെയ്യാതിരുന്നിട്ട് പെയ്തിട്ട്. അപ്പോൾ നിറഞ്ഞു നിൽക്കുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും പെയ്യുന്നതെന്നുണ്ടെങ്കിലോ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഡാമുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും വെള്ളം കയറാതിരിക്കുന്നത് ഇപ്പം നിലവിൽ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുക. പിന്നെ മുഖ്യമന്ത്രി, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എന്നാലും നല്ല കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയൊക്കെ ആ സമയത്ത് പോയി അവിടെ ചെന്ന് നിൽക്കണം, അല്ലെ ഇവിടെ ചെന്ന് നിൽക്കണം, ഇങ്ങനെയൊക്കെ പറയാനും ആൾക്കാർക്കൊരു അവസരം കിട്ടുമ്പം അതും ഇതും പറഞ്ഞ് വെറുതെ വാചകടിച്ച് നയറ്റിക്കാൻ നോക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇനിയും ഈ വർഷം തന്നെ ഇനി മഴ പെയ്യും, നല്ലപോലെ മഴ പെയ്യും. ഇടുക്കി ഡാമിൽ ഇപ്പം വെള്ളമൊന്നും അധികമായിട്ടില്ല. അതുകൊണ്ട് നിറയാറാകുന്ന സമയത്തൊക്കെ നേരത്തെ അങ്ങനെ വന്നാൽ തുറന്നു വിടേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഈ കൊല്ലം സംഭവിക്കുമെന്ന് തോന്നുന്നില്ല.